നമ്മുടെ കണ്ണുകൾ നിത്യേന ചെയ്തുകൊണ്ടിരിക്കുന്ന ഹറാം എത്രയാണെന്ന്. അതാണ് റബീഅ ഇബ്നു ഹുസൈം. അതുകൊണ്ടാ ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞത്, റബീഅ നിങ്ങളെ കണ്ടാൽ അഹബ്ബക, മുത്തനബി നിങ്ങളെ ഇഷ്ടപ്പെടുമായിരുന്നു, നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു. റബീഅ റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികത്തേക്ക് ഒരാൾ വരുന്നു ചീത്ത വിളിക്കാൻ. ഇയാള് ഈ മഹാനും ചീത്ത വിളിക്കാൻ വേണ്ടി വന്നു. ചീത്ത വിളിച്ചു. മഹാനവറുകൾ പറഞ്ഞു, യാ ഹാദാ, എന്നെ ചീത്ത പറയുന്ന മനുഷ്യനെ, ഇന്ന ദൂനൽ ജന്നതി അഖബ, സ്വർഗ്ഗത്തിലേക്ക് പോകാൻ ഒരു പാലം കടക്കാനുണ്ട് മോനെ. അതാണ് സുറാത്ത് എന്ന പാലം. ജിസ്റുൻ മദ്റൂബുൻ അലാ മത്നി ജഹന്നം, നരകത്തിന്റെ മുകളിലായി സ്ഥാപിക്കപ്പെടുകയും മുടിയേക്കാൾ കനം കുറഞ്ഞതും വാളിനേക്കാൾ മൂർച്ചയുള്ളതും. എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക ആ പാലത്തിൽ എങ്ങനെയാ പോവാൻ, ഓട്ടോറിക്ഷ വരെ പോവില്ലല്ലോ, പടച്ചോനെ എങ്ങനെ മനുഷ്യന്മാരൊക്കെ കയറിയിറങ്ങുക, ബൈക്ക് സൈക്കിൾ വരെ പോവില്ലല്ലോ. അത് ഈ ദുന്യാവിന്റെ ഡൈമെൻഷനാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈ ലോകത്തിന്റെ രീതികളെ ഡൈമെൻഷൻസാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. അതുകൊണ്ടാണ് നടക്കണമെങ്കിൽ കുറച്ച് വീതി വേണമല്ലോ എന്നൊക്കെ. ആഖിറത്തിൻ്റെത് ഖബറിൻ്റെ തന്നെ വ്യത്യാസമല്ലേ. ഖബറിന്റെ ഉള്ളിൽ കണ്ണെത്താ ദൂരത്തേക്ക് ഖബർ വിശാലമാകുന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയൊക്കെ വിശാലാകാൻ ശരിക്കും ഫിസിക്കലി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ പള്ളിക്കാടിനൊക്കെ എത്ര സ്ഥലം വേണ്ടി വരും. പക്ഷെ അത് നടക്കുന്നുണ്ട് അവിടെ. ആര് പറഞ്ഞു? നാവ് കൊണ്ട് നുണ പറയാത്ത ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിറാത്ത് എന്ന പാലം അങ്ങനെയാണ്. ഹജ്ജ് മിനസ് സൈഫി, വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. എന്നാൽ അതിലെ കടന്നു പോകാനുള്ള ഇന്ധനം ഒരു മനുഷ്യൻ ചെയ്ത നന്മകളാണ്. അങ്ങനെ കടന്നു പോകാനുള്ള ഒരു പാലമുണ്ട് മോനെ. ഇൻ ജുസ്തുഹാ, റബീഅ ഇബ്നു ഹുസൈം എന്ന് പറയുന്ന ഈ സാധുവിന് ആ പാലം കടക്കാൻ കഴിഞ്ഞാൽ ഫഅന ഖൈറും മിമ്മാ തഖൂൽ, എന്നെ നീ ചീത്ത വിളിച്ചില്ലേ, ഞാൻ അതിനേക്കാളൊക്കെ നല്ലവനായിരിക്കും, ഞാൻ അവിടെ രക്ഷപ്പെടുകയാണെങ്കിൽ. വഇല്ലം അജ്തസ്ഹാ, എനിക്കത് മുറിച്ചു കടക്കാൻ കഴിയാതെ നരകത്തിലേക്ക് ഞാൻ വീഴുകയാണെങ്കിൽ ഫഅന ശർറും മിമ്മാ തഖൂൽ, നീ എന്നെ ചീത്ത വിളിച്ചതിനേക്കാളും ഞാൻ ഷർറാണ്, മോശക്കാരനാണ്. ഇതറിയാതെ നീ എന്തിനാണ് എന്നെ ചീത്ത വിളിക്കുന്നതെന്ന് മഹാനായ റബീഅ ഇബ്നു ഹുസൈം റളിയല്ലാഹു അൻഹു ചീത്ത വിളിക്കുന്നവരോടൊക്കെ ഈ മറുപടി കൊടുക്കുക. എന്നാ പ്രശ്നം തീർന്നു. ഓൽക്ക് വിളിച്ചിട്ട് മടുക്കും ചെയ്യും, നമുക്കൊരു കുറ്റം കിട്ടൂല. സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരാൾ വരികയും ലോകത്തെ ഏറ്റവും വലിയ നീതിയുടെ പാഠം രചിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരുടെ പേരക്കുട്ടിയായി വന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ ചീത്ത വിളിക്കുകയും ക്ഷമ പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മോനെ, നിന്റെ ആ ഒരു വിളവൊക്കെ അവിടെ വെച്ചേക്ക്. നീ എന്നെ ചീത്ത വിളിക്കുകയും ഞാനിപ്പോൾ അധികാരമുള്ള ഖലീഫയാണ്, എന്റെ അധികാരം ഉപയോഗിച്ച് പിശാചിനെ കൊണ്ട് എന്നെ കളിപ്പിക്കാനാണത്രേ നീ ഉദ്ദേശിക്കുന്നതല്ലേ? എന്നിട്ട് നീ നിനക്കെന്താണോ എന്നിൽ നിന്ന് നാളെ കിട്ടാൻ പോകുന്നത്, അത് ഇവിടുന്ന് നീ വാങ്ങിക്കാൻ എന്നിൽ നിന്ന്. അങ്ങനെ ഞാൻ നിന്നെ ചീത്ത പറയുകയും നിന്നെ പരിഹസിക്കുകയും ചെയ്യുമ്പോ എന്റെ അമൽ അല്ലാഹു നിനക്ക് തരും. പക്ഷേ നീ എന്നെ ചീത്ത വിളിച്ചില്ലേ, അതിന് പകരം നിന്റെ അമലുകൾ അല്ലാഹു എനിക്ക് തരാൻ പോകുന്നുണ്ട്. അത് ഞാൻ നഷ്ടപ്പെടുത്താൻ പിശാചി എന്നെ പ്രേരിപ്പിക്കുകയാണ് നിന്റെ വഴിയിൽ, നിന്റെ ഈ വിളിയാളത്തിലൂടെ. ഞാൻ ഉത്തരം തരൂല മോനെ, നീ ചീത്ത വിളിച്ചാലും ഞാൻ തിരിച്ചു മറുപടി പറയൂല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു, അധികാരമുണ്ട്, ആളുകളുണ്ട്, ഒരു വിരലനക്കിയാൽ മറുപടി കൊടുക്കാൻ ആളുകളുണ്ട്. പിശാചിനെ കൊണ്ട് എന്നെ നീ ഭ്രാന്തി പിടിപ്പിക്കാനാണല്ലേ വന്നത്. അങ്ങനെ ഞാൻ എന്തെങ്കിലും പറയണം, അത് പറഞ്ഞാൽ എന്റെ നന്മകൾ നിനക്ക് കിട്ടി, നിന്റെ നന്മകൾ എനിക്ക് കിട്ടാൻ നാളെ പോവുകയാണ്. അതിന് പകരം എന്റെ നന്മ നിനക്ക് വാങ്ങാനും പിശാചിനെ കൊണ്ട് എന്നെ ചീത്ത വിളിപ്പിക്കാനുമാണത്രേ നീ ഉദ്ദേശിക്കുന്നതല്ലേ? ഫവല്ലാഹി ഹാദാ വല്ലാഹി ലൻ യകൂൻ, ഇത് സംഭവിക്കാൻ പോകുന്നില്ല മോനെ എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഈ മഹത്തുക്കളിലൂടെയാണ് ഇസ്ലാമിന്റെ തനതായ വെളിച്ചം നമ്മൾ മനസ്സിലാക്കുന്നത്. ആണ് അത്ഭുതം. ഇങ്ങനെയൊക്കെ നമുക്ക് പ്രതികരിക്കാൻ കഴിയോ? ഏറ്റവും നല്ല നന്മയാണ് ഖുർആൻ സ്വീകരിക്കേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين يستمعون القول فيتبعون احسنه. വിശുദ്ധമായ ഖുർആൻ കേൾക്കുകയും ഖുർആനിലെ ഹസനും അഹ്സനുമുണ്ട്, നല്ലതും ഏറ്റവും നല്ലതുമുണ്ട്. അങ്ങനെയാണ്, നന്മയും തിന്മയും അല്ല ഖുർആനിലെ ഹസൻ
അഹ്സൻ, നന്മ, ഏറ്റവും നല്ല നന്മ. അങ്ങനെ വരുമ്പോൾ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും ജീവിതത്തിലേക്ക് ഏറ്റവും നല്ല നന്മ പകർത്തിയെടുക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ബുശ്റാലഹും, അള്ളാഹുവിന്റെ റസൂലേ അവർക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊടുത്തേക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ക്ഷമിക്കാൻ നബി തങ്ങൾ പറഞ്ഞതാണ്. ഇവിടങ്ങളൊക്കെ ക്ഷമ പാലിക്കുക, ക്ഷമിക്കുക. എല്ലാവരും, പ്രത്യേകിച്ച് സംഘടനകൾക്ക്, രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ഒരുപാട് കേൾക്കേണ്ടി വരും. പള്ളി കമ്മിറ്റിന്ന് വരെ 5 കൊല്ലം കഴിഞ്ഞ് ഭരിച്ച് ഇറങ്ങിപ്പോയാൽ കുറച്ച് ചീത്ത വിളിയും 2 റുപ്യക്ക് ബില്ലില്ല എന്നൊക്കെ കാര്യം പറയാം. ഇവിടെ കയ്യിന്ന് 10,000 ഇറക്കി കൊടുത്ത മനുഷ്യനായിരിക്കും, ആ 10 റുപ്യക്ക് ബില്ലില്ലല്ലോ എന്നാ പറയാം. ഇത് മനുഷ്യന്മാരുടെ സ്വഭാവം ഇങ്ങനെയാണ്, ഈ ലോകം അങ്ങനെയാണ്. നമ്മളത് മനസ്സിലാക്കിയാൽ മതി. ജനങ്ങളെ നന്നാക്കാൻ പറ്റൂല, നമുക്ക് നന്നാവാലോ. ഇതാണ് ഇതിന്റെ പരിഹാരം. മൂന്നാമത്തെ വിഷയം മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണേ, നബി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസാണ് അതിന്റെ ഇതിവൃത്തം. മസ്ദാദ അബ്ദുൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സാ. മാപ്പ് കൊടുത്തതുകൊണ്ട് അഭിമാനമല്ലാതെ ഒന്നുമേ അള്ളാഹു ആർക്കും വർദ്ധിപ്പിച്ചിട്ടില്ല. മാപ്പ് ചെയ്തു കൊടുത്തവർക്ക് അഭിമാനമാണ്. നമ്മൾ വിചാരിക്കും മാപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു വീക്ക്നെസ് ആണെന്ന്. അല്ല, ദാറ്റ് ഈസ് എ പ്രൈഡ്. അതാണ് അഭിമാനം. അത് അഭിമാനമാണ്. മാപ്പ് ചെയ്ത് കൊടുക്കുക, അത് അഭിമാനമാണ്. അതുകൊണ്ട് മാപ്പ് ചെയ്യുന്നത് സൽസ്വഭാവത്തിന്റെ ഏറ്റവും മഹിതമായ ഗുണമാണത്രേ. ആ ഗുണമുള്ള ആളുകൾക്കാണ് അല്ലാഹു ഏറ്റവും നല്ല നന്മ ചെയ്തത്. ആണുങ്ങളെ, പെണ്ണുങ്ങളെ, ജീവിതത്തിൽ എത്രയാണ് നമ്മൾ കശപിശ കൂടുന്നത്, എത്രയാണ് പ്രശ്നങ്ങൾ. ഒരു കല്യാണം